അവൾ അടയിരിക്കുമ്പോൾ അതുവരെ ഒരു കുറുക്കൻ വന്നു. സുന്ദരിയെ പിടിച്ചു തക്കം നോക്കി ചാടി. എന്താ ചേട്ടത്തിന്റെ ഭാവം? എന്നെ പിടിച്ചുന്നാനാണോ? സുന്ദർ ചോദിച്ചു. അല്ല പിന്നെ ഒരു ചോദ്യം. കുറുക്കൻ വിചാരിച്ചു. ചേട്ടാ, ഈ മുട്ടകൾ വിരിയുന്നത് വരെ ഒന്ന് ക്ഷമിച്ചൂടെ? മുട്ടകൾ വിരിഞ്ഞാൽ 3 ആഴ്ച തിന്നാൻ കിട്ടും. അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. സുന്ദർ പറഞ്ഞ ശരിയാണല്ലോ. മുട്ടകൾ വിരിഞ്ഞാൽ 3 ആഴ്ച തിന്നാൻ കിട്ടും. അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. സുന്ദർ പറഞ്ഞ ശരിയാണല്ലോ. മുട്ടകൾ വിരിഞ്ഞാൽ 3 ആഴ്ച തിന്നാൻ കിട്ടും. അത് രുദ്ര സദസ്സിലോ? ചേച്ചി അങ്ങനെ തന്നെ ആവട്ടെ. കുറുക്കൻ നടന്നതും ഒരാഴ്ച കഴിഞ്ഞ് കുറുക്കൻ വീണ്ടും സുന്ദര അടുത്തെത്തി. ഓ സുന്ദരി, എന്താ നിന്റെ മുട്ടകൾക്ക് വിരിഞ്ഞോ? ഓ വിരിഞ്ഞല്ലോ. ഞാനിപ്പോ നിന്റെ കുഞ്ഞുങ്ങളെ ഉറക്കാണ്. എന്താ നീ പറഞ്ഞ? നിന്റെ കുഞ്ഞുങ്ങളെ ഉറക്കാണെന്നോ? നല്ല കഥ. ഞാനിപ്പോ തന്നെ തിരിഞ്ഞു കളയും. കുറുക്കൻ കോഴിയെ പേടിപ്പിച്ചു. അടമരണപ്പെട്ട കുറുക്ക, ഞാനിപ്പോ കൂടിന്റെ കെട്ടിട്ടുള്ളത്. പിന്നെ നീ എങ്ങനെ വിളിക്കാനാ? ഞാൻ ചേച്ചല്ലോ. മാതാവ് ഓടി വരും. മാത്രമല്ല പിന്നെ വെറുതെ വിടോ? സുന്ദർ പറഞ്ഞ കേട്ടപ്പോൾ കുറുക്കന് പേടി തോന്നി. അവൻ തല കുമ്പിട്ട് ഓട്ടം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്റെ കഥയിൽ എന്താണ് മനസ്സിലായത്? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ധൈര്യവും ശക്തിയും മാത്രം പോരാ, ബുദ്ധി കൂടി വേണം. അസ്സലാമു അലൈക്കും. വെരി ഗുഡ്. കുട്ടികൾ